CPM-നെ പിളർപ്പിന്റെ വക്കിലെത്തിച്ച വിഭാഗീയത അവസാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതാക്കളും കുറേ കാലമായി അവകാശപ്പെട്ടു പോരുന്നത്. എന്നാൽ വിഭാഗീയത അവസാനിക്കുകയല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വിഭാഗീയത വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് തെളിവാണ് പിണറായിയുടെ അനുചരന്മാരായ നേതാക്കൾ മുൻ മന്ത്രി ജി സുധാകരനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ വലങ്കൈയായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാണ് കുരിശുയുദ്ധം നടത്തി പാർട്ടിയിൽ നിന്ന് സുധാകരനെ പുറത്താക്കാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ പിന്തുണയോടെ നേതാക്കൾ മയക്കുമരുന്ന് കടത്തും സ്ത്രീപീഡനവും ഒക്കെ നടത്തുന്നതിനെതിരെ സുധാകരൻ ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ്. പ്രായപരിധിയുടെ പേര് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചതു മുതൽ പാർട്ടിയിലെ പിണറായിസ്റ്റുകൾ സുധാകരനെതിരെ യുദ്ധം തുടങ്ങിയതാണ്. പാർട്ടിയെയും ഭരണത്തെയും സംബന്ധിക്കുന്ന അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിനാലാണ് ഇവർക്ക് സുധാകരൻ അനഭിമതനായത്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ കാര്യത്തിലും കേരളം ഒന്നാമതാണ് എന്ന് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും ഒഴിഞ്ഞു മാറുന്നതിനിടെയാണ് സുധാകരൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭരണത്തിന്റെ തണലിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച നടന്നിട്ടുള്ളത് എന്ന് പറയാതെ പറയുകയാണ് സുധാകരൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ടിയുടെ ഭാഗമായിരുന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കരുത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുധാകരൻ പുറത്തു പോകണം എന്നർത്ഥം. രാജ്യദ്രോഹം പ്രസംഗിക്കുന്നതും സംസ്കാരത്തിന് നിരക്കാത്ത വിധത്തിൽ പെരുമാറുന്നതും പ്രശ്നമല്ല, പാർട്ടിയെ വിമർശിക്കാതിരുന്നാൽ മതി എന്നാണ് സജി ചെറിയാന്റെ സുവിശേഷം. ഇത് അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറല്ല. തന്നെ വിമർശിക്കാൻ സജി ചെറിയാൻ ആയിട്ടില്ല എന്നും അതിന് മുതിർന്നാൽ തനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടമായപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. പിണറായിയോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാൻ തനിക്കെതിരെ രംഗത്ത് വന്ന AK ബാലനും സുധാകരൻ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ നികൃഷ്ടമായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാതെ ബാലൻ തന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരന്റെ കയ്യിൽ നിന്നും കൂടുതൽ കിട്ടുമെന്ന് ഭയന്നിട്ടായിരിക്കാം സജി ചെറിയാനും ബാലനും പിന്നീട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ VS അച്യുതാനന്ദനെ തോൽപ്പിക്കുകയും മുഖ്യമന്ത്രിയായപ്പോൾ നിരന്തരം വേട്ടയാടുകയും ചെയ്ത ചരിത്രം CPM-ലെ വിഭാഗീയതയ്ക്കുണ്ട്. പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് പിണറായിക്കൊപ്പം നിന്ന ജി സുധാകരനെയാണ് ഇന്ന് പിണറായിസ്റ്റുകൾ തന്നെ വേട്ടയാടുന്നത്. ഇത് എല്ലാ കാലത്തെയും കമ്മ്യൂണിസ്റ്റ് രീതി തന്നെയാണ്. ലെനിനെതിരെ തനിക്കൊപ്പം നിന്നവരെയൊക്കെ സ്റ്റാലിൻ പിൽക്കാലത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാലിനെ കൊലപ്പെടുത്തിയതും സ്വന്തം അനുയായികളാണ്. ഇതിൻ്റെ വിദൂര സാദൃശ്യം CPM-ലെ വിഭാഗീയതയ്ക്കുണ്ട്. അത് അവസാനിച്ചിട്ടില്ല എന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുമാണ് ജി സുധാകരന് എതിരായിട്ടുള്ള വേട്ടയാടൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്.